ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീനാസ് ഹോം മെയ്ഡ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മാക്രോണി കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മാക്രോണി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി മാക്രോണി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ശേഷം അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പകുതി വേവായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ശേഷം അതിലെ വെള്ളം മാറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു മസാലയാണ്. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കിയത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മസാലക്കൂട്ട് ഞാൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ മസാല കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുക്കർ, അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് അത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതിനുശേഷം വെയിറ്റ് ഒഴിവാക്കി ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മാക്രോണി കേക്ക് റെഡിയാവും. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.